മാസ്റ്ററെ സ്മരണകൾ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്ന എല്ലാ പാർട്ടിയിലെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, സഹകരണം എല്ലാം ഓർമ്മയിൽ പുതുക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഈ പുസ്തകം അർപ്പിക്കുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയെ അതിശക്തമായി നയിച്ച കരുത്തനായ ജനനായകനാണ് ശ്രീ സെബാസ്റ്റ്യൻ മാസ്റ്റർ. പ്രതീകാത്മകമായ സമരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിലെ സമരങ്ങളുടെ ശക്തി ഏത് രീതിയിൽ വേണമെന്ന് പൊതുസമൂഹത്തെ പഠിപ്പിച്ച ഒരു ജനനായകനാണ് ശ്രീ സെബാസ്റ്റ്യൻ മാസ്റ്റർ. പാർട്ടിക്കാരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും അദ്ദേഹം അവരുടെ കാര്യങ്ങളിൽ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി ഏത് സഹനവും എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പാർട്ടിയോട് എന്നും കൂറ് പുലർത്തിക്കൊണ്ട് നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾക്ക്, നേതൃത്വത്തിന്റെ അറിയിപ്പുകളെല്ലാം കൃത്യമായി നടപ്പാക്കുവാൻ വ്യഗ്രത കാണിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ സെബാസ്റ്റ്യൻ മാസ്റ്റർ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുന്നണിയിൽ തന്നെ അദ്ദേഹം കാണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലി എല്ലാം പൊതുസമൂഹത്തിന് മാതൃകയാണ്. അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. തൃശൂർ ജില്ലയിലെ കേരള കോൺഗ്രസ് പാർട്ടി കെട്ടിപ്പിടിക്കുന്നതിന് ഒരുപാട് പ്രയത്നിച്ച നിർമ്മാണ മേഖലയിൽ അസംഘടിതരായി നിൽക്കുന്ന തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് KTUC എന്ന പ്രസ്ഥാനത്തെ മുന്നിലേക്ക് കൊണ്ടുവന്ന് രൂപീകരിച്ച കേരള സംസ്ഥാനത്ത് നിർമ്മാണ മേഖലയിൽ KTUCയുടെ പ്രസക്തി വളരെ ഏറെയാണ്. തൃശൂർ ജില്ലയിലും അതുപോലെ തന്നെ മണലൂർ നിയോജകമണ്ഡലത്തിലും പാവട്ടയിലും എല്ലാം ഒരു വികസന മുഖം തന്നെയായിരുന്നു സെബാസ്റ്റ്യൻ മാസ്റ്റർ. ഒരുപാട് തൊഴിൽ രഹിതരായ ആളുകൾക്ക് തൊഴിൽ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇടപെടലുകൾ ഒരു വ്യക്തി കൂടിയാണ്. വളരെ കർശനക്കാരനായ ഒരു അധ്യാപകൻ തന്നെയായിരുന്നു. അത് വിദ്യാലയത്തിലെ കുട്ടികളെ നല്ല ദിശയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിനും വാത്സല്യത്തോടെ കുത്തുന്നതിനുമൊക്കെ വലിയ കഴിവുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. പാവട്ടിയിലെ ഒരുപാട് മേഖലകളിൽ ഇപ്പൊ പള്ളികളായാലും അതുപോലെ തന്നെ ആശുപത്രിയായാലും ഒക്കെ കൃത്യമായ രീതിയിൽ അതിലേക്ക് ഇടപെട്ടുകൊണ്ട് പാവട്ടി ജനങ്ങളുടെ ഇടയിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് കൃത്യമായി തന്നെ മുന്നോട്ട് വയ്ക്കുകയും അതിനെ ഒരു ഉത്തരം നൽകുകയും ചെയ്ത വലിയ ആളുടെ മരണം എന്ന് പറയുന്നത് തലേ ദിവസം തുടർ ഹോസ്പിറ്റലിൽ ജോസ് ഡോക്ടറെ കാണിച്ച് അന്ന് ഡോക്ടർ പറഞ്ഞ് കിടക്കില്ല വെള്ളം നടക്കുകയാണ്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞാൻ നിൽക്കുകയില്ല ഡോക്ടറെ, ഞാൻ പോകണം പാർട്ടിക്ക് വേണ്ടി, ഞാൻ അവിടെ ചെല്ലാതിന് വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. പിറ്റേ ദിവസം രാവിലെ നമുക്കൊക്കെ കേൾക്കാൻ സാധിക്കുന്നത് ലഭിക്കുന്ന ചന്ദ്രകരമായ ഒരു കാര്യമാണ്. അന്ന് മാണിസാറടക്കമുള്ള സംസ്ഥാനത്തെ ഒരുപാട് വ്യക്തികൾ ആ ചടങ്ങിൽ പങ്കെടുക്കുകയും മാണിസാറ് ഇപ്പോഴത്തെ അവസരത്തിലാണെങ്കിൽ പള്ളിയുടെ സ്റ്റെപ്പില് സെബാസ്റ്റ്യൻ മാസ്റ്റർ ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ അതിന്റെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന അന്ന് മന്ത്രിയാകുന്ന മതി ഒന്നുമല്ല, ഒറ്റപ്പെട്ട് മാറി നിന്ന് ആ കണ്ണീരൊഴുക്കുന്ന ഒരു രംഗം എന്റെ ഓർമ്മയിൽ പോകുന്നു. കാസർഗോഡ് ജില്ലയുടെ നിലവിൽ ശക്തി ഇന്നും അതുപോലുള്ള വ്യക്തിയെ കണ്ടെത്തുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുകൂടി ഒരു നിമിഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നതിന് ഇന്നും ആളുടെ ഓർമ്മകളിൽ നമുക്കൊക്കെ ഓർമ്മകളിൽ നിൽക്കുന്നതും ആൾ ചെയ്ത ഒരു വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ ആളുടെ ഒരു നിലപാടിന്റെ ശക്തിയാണെന്ന് നമുക്കത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഈ പാർട്ടിയെ വളർത്തിക്കൊണ്ടുപോകുക, ഈ സമൂഹത്തിൽ നിരാളങ്ങളായ ആളുകളെ വളർത്തിക്കൊണ്ടുപോകുവാൻ മാണിസാറിന്റെ വാക്കുകൾ നമുക്ക് കടമെടുക്കുക. അത്തരത്തിൽ നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ പാർട്ടിയെ രൂപപ്പെടുത്തി ഒരു സന്തോഷത്തോടുകൂടി ദൈവിക ശക്തിയാണെന്നാണ് മാണിസാർ പറഞ്ഞത്.
കേരള കോൺഗ്രസിന്റെ ഐക്യവും സൗഹൃദവും ഒക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് നയിക്കപ്പെടുന്ന അതേമാതിരിയുള്ളൊരു സഭാശമാഷിനെ ഇത് അതേപോലെ തന്നെയാണ് രാഷ്ട്രീയ ഈ പാർട്ടിയെ കൊണ്ടുപോകുന്നത്. തൃശ്ശൂരായാലും മലപ്പുറം ജില്ലയായാലും ഏതൊരു കാര്യത്തിനും പാർട്ടിയുടെ 13ാം വർഷത്തിലേക്ക് കടന്നു. കഴിഞ്ഞ വർഷം പാർട്ടിയില് ഞങ്ങളെല്ലാവരും പങ്കെടുത്തൊരു പരിപാടിയായിരുന്നത് പാർട്ടിക്ക് വേണ്ടി 2 ശക്തരായ നേതാക്കന്മാരെ തന്നിട്ടാണ് നമ്മുടെ മാഷ് നമ്മളെ വിട്ടുപോയിട്ടുള്ളത്. ജെയിംസ് ചേട്ടൻ നഷ്ടപ്പെട്ടു, ഇനി സാംസൺ ചേട്ടൻ. ഈ 2 വ്യക്തികളെയും വാർത്തെടുത്തിട്ടാണ് നമ്മുടെ സെബാസ്റ്റ്യൻ മാസ്റ്റർ നമ്മളെ വേർപിരിഞ്ഞു പോയത്. അതുകൊണ്ട് പാർട്ടിയെ നയിക്കാനും ഇനിയുള്ളത് സാംസൺ ചേട്ടനാണ് നമ്മുടെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു പ്രവർത്തകർ. സാംസൺ ചേട്ടനെ അടുത്ത തെരഞ്ഞെടുപ്പില് നമ്മുടെ ഒരു സ്ഥാനാർത്ഥി പ്രതിനിധിയാക്കി കൊണ്ടുവന്ന് നമ്മളെല്ലാവരും നമ്മുടെ ഒരു ഇത് മാത്രമല്ല, മണലൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ നമ്മൾ നോമിനേറ്റ് ചെയ്ത് അവിടെ എത്തിപ്പെട്ട് നമ്മുടെ ആ ഒരു സീറ്റ് നേടിയെടുത്ത് അവിടെ ആധിപത്യം ഉറപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ അടുത്തിരിക്കുന്ന സമയം ഏകീകരിപ്പിക്കുന്നതിനുള്ള വലിയ ഒരു നമുക്ക് മുന്നിലുള്ള നേതാക്കന്മാരെ നമുക്ക് പ്രചോദനമാണ് ഇതൊക്കെ. പക്ഷെ അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടിയ നേതാവായിരുന്നു